നമ്മൾ പോർച്ചുഗലിൽ നിന്ന് വന്നപ്പോൾ നമ്മുടെ പോളിട്ടാണലിലും നമ്മുടെ ഗാർഡൻ ബോക്സിലും പോയി നോക്കിയപ്പോൾ കുറച്ച് പേരെ വിളവെടുക്കാറായിട്ടുണ്ട്. പോളിട്ടാണലിലും ഒന്നും ആയിട്ടില്ല, നമ്മൾ ഭയങ്കര ലേറ്റ് ആയിട്ടില്ല അതിനകത്ത് നട്ടത്. പക്ഷെ നമ്മൾ പുറത്ത് നട്ട പ്ലാന്റ് ബോക്സിൽ കുറച്ച് സാധനങ്ങൾ നമ്മുടെ സ്പിനാഷും കോർഷയും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ നമ്മുടെ ബീൻസൊക്കെ നല്ല വലുതായിട്ടോ. ഇത് ചെറിയ ചെറിയ കായ പിടിച്ചിട്ടുള്ളൂ, പറിക്കാറായിട്ടില്ല ബീൻസൊന്നും. പക്ഷെ നമ്മുടെ സ്പിനാച്ചും ചാറ്റ് ലീഫൊക്കെ ആയിട്ടുണ്ട്. അപ്പുറത്തൊരു കൂർഷ വിളവായിട്ട് നിൽപ്പുണ്ട്, അതിനെ പറിക്കാം നമുക്ക്. ഉണ്ട്, അതിൻ്റെ തണ്ടിന് ഭയങ്കര കട്ടിയായിരുന്നു, നല്ല വലിപ്പമുണ്ടല്ലേ. ഇത് നമ്മുടെ കോർഷ കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ എനിക്ക് യെല്ലോ വെറൈറ്റി കിട്ടിയപ്പോൾ ഞാൻ മോരുകറിയിൽ കഷ്ണമായിട്ട് നമ്മൾ കുമ്പളങ്ങയൊക്കെ ഇടത്തില്ല, അതുപോലെ ഉപയോഗിച്ചായിരുന്നേ. അപ്പോൾ അതല്ലാണ്ട് വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ രീതിയിൽ വെക്കാൻ ആർക്കെങ്കിലും അറിയെങ്കിൽ പറയണേ. ഞാൻ ഇവിടുത്തെ ഒരു ബേക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് സ്കിന്നേപ്പാട് തിന്നാന്ന് അവർ പറയാറ്, സ്കിന്നേപ്പാട് ബേക്ക് ചെയ്യാമെന്ന്. നമ്മുടെ വെള്ളരിക്കയുടെ ഒക്കെ ചിലപ്പോൾ ഒരു ഫാമിലി അറിയത്തില്ല, ഇതിൻ്റെ ഇല കണ്ടോ, ഇല ഇതിങ്ങനെ കേട്ടോ നിൽക്കണം. അപ്പോൾ വെള്ളരിക്കയുടെ ഫാമിലി അല്ല, കുറേ കുഞ്ഞന്മാരുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാത്രമാണ് പാകമായിട്ടുള്ളത്. ഇത് ഇച്ചിരി മൂപ്പ് കൂടിപ്പോയെന്ന് തോന്നുന്നു. എൻ്റെ കൈയുടെയൊക്കെ അത്രയുണ്ടല്ലോ, നല്ല രസം. ഇതേ കണ്ടോ നമ്മുടെ ഒരു പാലക്ക് ലീഫിൻ്റെ വലിപ്പം കണ്ടോ, കുട വിടാൻ പറ്റുന്ന അത്രയും ഉണ്ട് കേട്ടോ. മൂപ്പ് കൂടിയിട്ടില്ല കേട്ടോ, ഇങ്ങനെ ഹാർഡായിട്ടില്ല, മൂപ്പ് ഒക്കെയാന്ന് തോന്നുന്നു. ഇതുപോലെ കുറേ ലീഫുണ്ട്. അപ്പോൾ ഇത് അതും കൂടെ പറിച്ചെടുക്കുവാണ് നമ്മൾ. അങ്ങനെ നമ്മുടെ കോർഷയും കിട്ടി, നമുക്ക് കുറേ പാലക്ക് ലീഫും കിട്ടി. അതിനകത്ത് ഞാൻ പറഞ്ഞ ചാട്ട് ലീഫുണ്ട്, സ്പിനാച്ചും ഉണ്ട്. എല്ലാം കൂടെ നമുക്ക് മുട്ടയിട്ട് തോരൻ വയ്ക്കാം.